ചിരാത് എന്ന് പറയുന്ന പ്രസ്ഥാനം ഡെഫിനറ്റ്ലി ഇന്ന് നമ്മളുടെ കയ്യിൽ നിന്നും സമയ ദൗർലഭ്യമുള്ള ഈ സമയത്ത് ഓൺലൈൻ മീഡിയയിൽ കൂടി എഴുതുവാനും എഴുത്ത് ഇഷ്ടമുള്ളവർക്ക് അതിനകത്തേക്ക് എഴുതുവാനും അതിനെ വായിക്കുവാനും മനസ്സിലാക്കുവാനും ഡോക്ടർ റോയി സംബന്ധമായിട്ടുള്ള കാര്യമാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. കർണാടകയിൽ ചർച്ച മൊത്തം രവിയുടെയാണ്. IAS ഓഫീസർ രവിയുടെ കാര്യങ്ങളാണ് ഇവിടെ ചർച്ചകൾ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇദ്ദേഹത്തിന്റെയും നമ്പൂതിരിയുടെയും കേസ് കേട്ടാണ് ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ കഥകൾ. കാരണം പുള്ളി എല്ലാ സ്ഥലത്തും എല്ലാ രാജ്യത്തും നല്ല രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടെ അത്യാവശ്യം ഫേമോ ആയിരുന്നു. കോൺഫിഡൻസ് ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. എല്ലാ ബിഗ് ബോസിലും പുള്ളിയാണ് ഫണ്ടും കാര്യങ്ങളും ഇറക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ. ഓക്കെ, ഇനി എനിക്കിവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ടാക്സ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ഈ പറയുന്ന ദുബായിൽ നിന്നും അവിടെ നിന്നൊക്കെ ടാക്സും കാര്യങ്ങളൊക്കെ എന്താ പറയുക അത്ര സീനുള്ള കാര്യങ്ങളല്ലായിരുന്നു. ഇപ്പോൾ കള്ളപ്പണമാണെങ്കിലും എല്ലാ പണമാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറും അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ 2018 മുതൽ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു കമൻറ്റ് ഞാൻ വായിച്ചു തരാം. പിന്നെ അത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. വൈഫിൻ്റെ അല്ല, ഈ പറയുന്ന നമ്പൂതിരിയുടെ ഒരു വൈഫിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഇവിടെ വെച്ചുതരാം. നമ്പൂതിരിയുടെ കേസ് കേട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്പൂതിരി മരിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ച് തിരക്കിയ സമയത്തായപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹമായിട്ട് അതായത് ഭാര്യയും ഭർത്താവും എന്നുള്ള രീതിയിലാണ് എന്നോട് കറക്റ്റ് വിവരം പറഞ്ഞത്. കാരണം അവരതുപോലായിരുന്നു നടക്കുകയൊക്കെ ചെയ്തതും. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി എല്ലായിടത്തും പോവുകയും എല്ലായിടത്തും വരികയും പിന്നെ അതുപോലെ തന്നെ റേഡിയിൽ തന്നെ ഇവരെ പൊക്കിയിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഈ പറയുന്ന നമ്പൂതിരിയും ഇയാളും തമ്മിൽ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടാവുകയൊക്കെ ചെയ്തതും. ഇയാൾ കുറച്ച് ഷെയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പറയുന്ന നമ്പൂതിരി ഉള്ള ഷെയറും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇച്ചിരി അഭിമാനിയാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത്. 500-600 കോടിയോളം രൂപയുടെ സ്വത്തും കാര്യങ്ങളുള്ള മനുഷ്യനെ 2015 ആയപ്പോഴത്തേക്ക് 32 കോടിയിലോട്ട് വരുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, നമുക്ക് അതിനോടൊക്കെ സംസാരിക്കാം. പിന്നെ അതുപോലെ തന്നെ UAE അതിൻ്റെ ഒരു കമൻറ്റ് ഉണ്ട്, ഞാൻ അതൊന്ന് വായിച്ചു തരാം. അതുപോലെ തന്നെ നമ്പൂതിരിയുടെ വൈഫിൻ്റെ ഒരു വീഡിയോ കണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ. അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തേക്കാം. പിന്നെ ന്യൂ ലോ ആണ്, ഒന്നെങ്കിൽ UAE കമ്പനി ഡീറ്റെയിൽസ് ഇന്ത്യയെ സബ്മിറ്റ് ചെയ്യണം എന്നാണ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് December 31. പിന്നെ അങ്ങനെ സബ്മിറ്റ് ചെയ്യാത്തവർക്ക് നല്ല ഫൈനാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വന്നിട്ടുള്ളത്. UAE കൊടുക്കുന്ന പണം സോഴ്സ് UAE ബാങ്കിൽ ചോദിക്കും. അത് പ്രോപ്പർ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഇന്ത്യയിൽ ഇൻഫോം ചെയ്യും. എന്നാൽ എല്ലാ ഡീറ്റെയിൽസും ഇന്ത്യയിൽ സബ്മിറ്റ് ചെയ്താൽ കുഴപ്പമില്ല. എല്ലാ ഡീറ്റെയിലും സബ്മിറ്റ് ചെയ്താൽ കുഴപ്പമില്ല. അങ്ങനെ UAE ഇൻഫോം ചെയ്ത അവസ്ഥയിൽ ധാരാളം പേർ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊരു കമൻറ്റ് ആണ് വന്ന് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ 2018 ശേഷം ഇങ്ങനെ ഈ പറയുന്ന ടാക്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ കള്ളപ്പണത്തിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ചിലപ്പം ഇവർ പൊക്കിക്കാണുമായിരിക്കും. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ കോടാനുകോടി രൂപയുടെ ചിലപ്പം നഷ്ടങ്ങൾ വരാൻ ചാൻസ് കാണുമായിരിക്കും. അത് ചിലപ്പോൾ അവർ ഇന്ത്യയിൽ ഇൻഫോം ചെയ്ത് കാണാമായിരിക്കും. പിന്നെ അല്ലാതെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ച് പുള്ളിക്ക് ലോസ് എന്ന് തോന്നിയപ്പോഴായിരിക്കാം പുള്ളി ഈ ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് കോളാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കർണാടക ഈ പറയുന്ന രവി എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ IAS ഓഫീസർ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം കാരണമാണ് സത്യത്തിൽ അദ്ദേഹം മരിച്ചത്. ആ സമയത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് പൈസയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ പൈസ എവിടെ നിന്ന് വന്നു? ഇയാൾക്ക് ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്താണെങ്കിൽ പോലും ഇത്രയും പൈസ എവിടെ നിന്ന് വന്നു? അതെല്ലാവരും പറയുന്നുണ്ട് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പൈസയും കാര്യങ്ങളും അത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോളാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 48 ഏക്കറിലാണെങ്കിൽ പോലും ഇത്ര ഏക്കറിൽ അങ്ങോട്ട് സ്വർണവും കാര്യങ്ങളും ഉണ്ടെന്ന് പറയാം. നമ്മൾ KGF കണ്ടിട്ടില്ലേ? അതുപോലെ കുറേ സ്വർണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ചിലപ്പോൾ അവർ എടുത്തിട്ടില്ലായിരിക്കാം. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല. ഈ അടുത്ത സമയത്ത് അവിടെ സ്വർണ്ണം ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗത്തായിട്ട്. അത് ഇദ്ദേഹത്തിൻ്റെ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാനേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ വെച്ചാൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി ഇദ്ദേഹം തട്ടിയെടുക്കുക എന്നുള്ള രീതിയിലാണ് ആ കേസും കാര്യങ്ങളൊക്കെ അന്ന് വന്നത്. ആ കേസിലോട്ട് പോയപ്പോഴാണ് മറ്റേ പോലീസ് ഓഫീസർ ജീവൻ കളയുന്നത്. അതും സത്യം പറഞ്ഞാൽ കറക്റ്റായിട്ട് അന്വേഷിച്ച് പോയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. സ്വന്തം ജീവൻ കളയാന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹത്തിൻ്റെ സിനിമ വരെ വന്നതാണ്. സിനിമ വരെ അവിടെ റിലീസായതാണ്. ഒരു 11 മണിയായപ്പം, അതായത് ഇദ്ദേഹം കറക്റ്റായിട്ട് അന്വേഷണം കാര്യങ്ങളായിട്ട് പോയപ്പോൾ ഇയാളെ ട്രാൻസ്ഫർ ചെയ്യിച്ചു ബാംഗ്ലൂരിലോട്ട്. അവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴെങ്ങാണ്ടാണ് രാവിലെ 11:30 ആയപ്പം അദ്ദേഹം ഭാര്യ വീട്ടിൽ വന്ന് അദ്ദേഹം 6:30 ആയപ്പം ഫാനിൽ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്.
ഈ 11 തൊട്ട് ഈ 6:30 വരെ ഇയാൾക്ക് എന്ത് പറ്റുന്ന ഒരു മനുഷ്യർക്കും അറിയത്തില്ല. ഞാൻ ഇയാളുടെ മൂവി കണ്ടതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ഇയാളുടെ മൂവി കണ്ടു. ഇയാളുടെ മൂവിക്കകത്ത് പറയുന്നത് വെച്ചാൽ ഓഫീസിൽ ഇരുന്ന സമയത്ത് പെട്ടെന്ന് രണ്ടവന്മാരെ ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്, അവരെ പിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അവിടെ പോവാ. അത് ഈ പറയുന്ന റോയൽ ടീംസ് ആണെന്നുള്ള രീതിയിലാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കഴുത്ത് ഞെരിച്ചിട്ടാണ് അദ്ദേഹത്തിനെ തീർക്കുന്നത്. അതിനാണ് മൂവി കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവരെ വിളിച്ചിട്ട് പോലീസുകാരോട് പറയുന്ന ഈ പോലീസുകാരും രാഷ്ട്രീയക്കാരും കൂടെ എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് ആ ബോഡി അവിടുന്ന് പൊക്കി കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവന്ന് ഈ ഭാര്യയുടെ വീട്ടിൽ കൊണ്ട് തൂക്കി വെച്ചേക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പം ആ ഭാര്യ കോൺഗ്രസിലെ നേതാവാണ്. പാർട്ടിയിലൊക്കെ ചേർന്നതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാനിടയായിട്ടുണ്ടായിരുന്നു. എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞ് നിറഞ്ഞായിട്ട് ആ ഒരു കേസ് കെട്ടി തന്നെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. KJ ജോർജ് ഇപ്പോഴത്തെ എനർജി മിനിസ്റ്ററൊക്കെയാണ്. പിന്നെ DK ശിവകുമാർ, പിന്നെ മുഹമ്മദ് ഹാരിസ്, ആലപ്പാട്, അങ്ങനെ കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മെയിനായിട്ടുള്ള കുറേ ആൾക്കാരാണ്. ഞാൻ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് വേണമെങ്കിൽ സൈഡിലോട്ടൊന്ന് വെച്ചേക്കാം. നമ്മൾ ഞെട്ടിപ്പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ, അതായത് ഈ പറഞ്ഞ NA ഹാരിസിൻ്റെ, പിന്നെ NA ഹാരിസ്, അതായത് മുഹമ്മദ് ഹാരിസിൻ്റെ അച്ഛൻ. അപ്പോൾ ഇവർക്കൊക്കെ നല്ല പങ്കും കാര്യങ്ങളും ഉണ്ടെന്നാണ് ഇപ്പോഴും അവിടെ ഉള്ള ആൾക്കാർ പറയുന്നത്. ആ പോലീസ് ഓഫീസറിനാണ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഒരു വല്ലാത്തൊരു സ്റ്റോറിയാണത്. ഞാനത് ഒരു 1.5 ദിവസം എടുത്ത് അതൊന്ന് മനസ്സിലാക്കി വരാൻ നേരത്തെ, പക്ഷെ പറയുമ്പോൾ ഇച്ചിരി മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് കുറച്ച് ന്യൂസിലോട്ടൊക്കെ പോവാം. പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ച് തരാം. മറ്റേ വൈഫിൻ്റെ എങ്ങാണ്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് വെച്ച് തരാം. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്കും കൂടെ ചെയ്തോ. ിരിക്കുന്ന ശ്രീമതി ഇന്ദിരാ ബാലൻ, ശ്രീദേവി ചേച്ചി, ശ്രീമതി കമല ഉണ്ണികൃഷ്ണൻ, കമനീധരൻ, ശ്രീ സുധാകരൻ രാമന്തടി, സദസ്സിലിരിക്കുന്ന സഹൃദയരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചിരാതിനെക്കുറിച്ച് കുറച്ച് നാളായിട്ട് ഞാൻ ശ്രീമതി ഇന്ദിരാ ബാലനുമായിട്ട് സംസാരിച്ചിരുന്നു. ചിരാത് എന്ന് പറയുന്ന പ്രസ്ഥാനം ഡെഫിനറ്റ്ലി ഇന്ന് നമ്മളുടെ കയ്യിൽ നിന്നും സമയ ദൗർലഭ്യമുള്ള ഈ സമയത്ത് ഓൺലൈൻ മീഡിയയിൽ കൂടി എഴുതുവാനും എഴുത്ത് ഇഷ്ടമുള്ളവർക്ക് അതിനകത്തേക്ക് എഴുതുവാനും അതിനെ വായിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു അവസരം ഒരുക്കി തരികയാണ് ശ്രീമതി ഇന്ദിരാ ബാലൻ. അതൊരു വളരെ നല്ല സംരംഭമായി എനിക്ക് തോന്നിയിരുന്നു. ആ സമയത്ത് ഞാൻ അവരുമായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഗീതാ വില്ലേജുമായി ചേർന്ന് ഗീതാ വില്ലേജിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെയധികം, അതായത് ഭാരതീയ സംസ്കാരം, ആർഷഭാരത സംസ്കാരത്തിനെ ഇന്നത്തെ വരുന്ന തലമുറയിലേക്ക് പകർത്തി കൊടുക്കുവാനും അതുപോലെ തന്നെ നിർധനരായ കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്കൂളുകൾക്ക് സംഭാവനകൾ നൽകുക, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആക്ച്വലി അങ്ങനെയുള്ള ധർമ്മപ്രവർത്തികളിൽ ഏർപ്പെടുത്തുക മുതലായ കാര്യങ്ങളാണ് ഗീതാ വില്ലേജിൽ കൂടെ അവർ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ ഒരു ട്രിബ്യൂട്ട് ടു സ്വാതി തിരുനാൾ എന്ന് പറയുന്ന പ്രോഗ്രാം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഏതാണ്ട് ഒരു 3 മാസം മുമ്പ് ശ്രീമതി ഇന്ദിരാ ബാലൻ എന്നെ വന്ന് സമീപിച്ച് പറയുകയുണ്ടായി. വളരെയധികം സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഭർത്താവ് ശ്രീ കൃഷ്ണൻ നമ്പൂതിരിയും ഞങ്ങളുടെ ഫാമിലിയും എല്ലാവരും തന്നെ അങ്ങേയറ്റം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു രാജകുടുംബമാണ് തിരുവിതാംകൂർ രാജകുടുംബം. എസ്പെഷ്യലി ശ്രീ സ്വാതി തിരുനാൾ ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം 1813 1896 കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ശ്രീ പത്മനാഭദാസൻ എന്നാണല്ലോ അവരെല്ലാവരും തന്നെ അറിയപ്പെടുന്നത്. തൃപ്പടിദാനത്തിൽ കൂടെ പത്മനാഭദാസന്മാരായിത്തീർന്ന നമ്മുടെ രാജാക്കന്മാർ, അവർ കലയ്ക്കും നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിന് തന്നെ വളരെയധികം സംഭാവനകൾ നൽകിയ ഒരു രാജകുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്, ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കേരളത്തിൽ അധിഷ്ഠിതമായത്. അതേപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ഇന്നത്തെ മ്യൂസിയം, യൂണിവേഴ്സിറ്റി കോളേജായി ഇന്ന് മാറിയ നേരത്തെ മഹാരാജാസ് കോളേജ് എന്നറിയപ്പെട്ടിരുന്നതായ കോളേജ്, അതേപോലെ കോർട്ട് ഓഫ് ലോ, കോർട്ട് ഓഫ് ജസ്റ്റിസ്, കോഡ് ഓഫ് ലോസ്, ഇതെല്ലാം തന്നെ ആസ് എ കിങ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഉണ്ടാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ അറിയപ്പെടാത്ത ഹിസ്റ്ററി വശമാണ് ഇതെല്ലാം. അതേപോലെ തന്നെ വളരെയധികം നമുക്കെല്ലാം സുപരിചിതമായ ഇരയിമ്മൻ തമ്പിയുടെ ഓമനത്തിങ്കൾ കിടാവോ എല്ലാവർക്കും സുപരിചിതമായ ഗാനമാണ്. ആ ഗാനം, ആ ഇരയിമ്മൻ തമ്പി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ
ആസ്ഥാന കവി ആയിരുന്നു. ആ വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ മോഹിനിയാട്ടത്തിൻ്റെ പല പല പദങ്ങളും, അളിവേണി, അലസ്വര പരിതാപം, അതേപോലെ എത്രയെത്ര പദങ്ങൾ, അതേപോലെ മറ്റ് കവിതകൾ അല്ലെങ്കിൽ കൃതികൾ നമ്മൾ പുരന്ദരദാസരെയോ അല്ലെങ്കിൽ ത്യാഗരാജരെയോ ഭാരതിയാരെയോ മറ്റാരെയെങ്കിലും ആക്ച്വലി കരുതുന്നത് പോലെ കേരളത്തിലെ നമുക്ക് മലയാളികൾക്ക് നമ്മുടെ അഭിമാനമാണ് ശ്രീ സ്വാതി തിരുനാൾ. അദ്ദേഹത്തിൻ്റെ കൃപയാ പാലയ, സാരസാക്ഷ്യ പരിപാലയമാം, പിന്നെ ഭാവയാമി, എല്ലാവരും കേട്ടിരിക്കുന്ന വളരെ വളരെ പ്രധാന കൃതികൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ടായി ഈ ഒരു അവസരം വിനിയോഗിക്കാൻ ഗീതാ വില്ലേജിനും ചിരാതിനും തോന്നിയത് അങ്ങേയറ്റം ഉചിതമാണ്. ഈ ഒരു സന്ദർഭത്തിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും അതിൽ പങ്കെടുക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. ഈ അവസരത്തിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെയും എൻ്റെയും അങ്ങേയറ്റത്തെ എല്ലാ ഭാവുകങ്ങളും ഈ സംഘടനയ്ക്ക് നൽകിക്കൊണ്ട് ഈ സംരംഭം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, അന്നത്തെ ഒരു ഉദ്ഘാടന വീഡിയോ ആണ്. ഞാനത് വെച്ചിട്ടുണ്ട് ഇവിടെ. കുറേ പേര് ചോദിച്ചു ഇത് കാണണം എന്നുള്ള രീതിയിൽ വന്ന് കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, വെച്ച് തന്നേക്കാം, വെച്ചു. ഇനി നമുക്ക് മെയിനായിട്ട് ഒരു ചാനൽ ചർച്ചയുടെ ഒരു കാര്യമാണ്, അതിലോട്ട് നമുക്കൊന്ന് പോവാം. രാവിലെ റോയി ഒരു ദിവസം തുടങ്ങുന്നത് ഓഫീസിൽ വന്നിട്ട് കൃഷ്ണൻ നമ്പൂതിരിയുടെ കാലിൽ തൊട്ട് വന്ദിച്ചിട്ട് ആണ് ദിവസമൊക്കെ തുടങ്ങിയത്. അങ്ങനെ കാലിൽ തൊട്ട് വന്ദിക്കുന്നതൊക്കെ വലിയ സന്തോഷമായിരിക്കും ചില ആളുകൾക്ക്. അപ്പൊ അങ്ങനെ തുടങ്ങിയിരുന്നു. ഈ ലതയുടെയും വലിയ വിശ്വാസം ആർജിച്ചിരുന്നു റോയി ആ കാലത്ത്. അപ്പോ നമ്പൂതിരി അതിനൊക്കെ മുമ്പ് കെൽട്രോണിൽ എഞ്ചിനീയർ ആയിരുന്നു. കെൽട്രോണിൽ എഞ്ചിനീയർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗൾഫില് ജോലിക്ക് പോയി. കെൽട്രോൺ എപ്പോഴും പ്രതിസന്ധിയിലായിരുന്നല്ലോ. പല ആളുകളും ഇപ്പൊ കെൽട്രോണിൽ നമ്മുടെ TG കെൽട്രോണിൽ ജോലി ചെയ്തിരുന്നത്, നീലകണ്ഠൻ, CR നീലകണ്ഠൻ കെൽട്രോണിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ പല ആളുകൾ അവിടുന്ന് ജോലി വിട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ പോവുമായിരുന്നല്ലോ അതിന്റെ പ്രതിസന്ധി കാരണം. അങ്ങനെ ഗൾഫിൽ പോയി കൃഷ്ണൻ നമ്പൂതിരി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഉണ്ടാക്കിയ പണം കൊണ്ടുവന്നിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്തത് കൃഷ്ണൻ നമ്പൂതിരി. അപ്പൊ ഇങ്ങനെയാണ് ബംഗളൂരുവില് തുടങ്ങുന്നത്. ഇപ്പൊ ക്രിസ്റ്റൽ കൊച്ചിയിലാണ്. അന്ന് ബംഗളൂരുവില് ഈ വേറിട്ട കൃഷ്ണൻ നമ്പൂതിരിയുടെ നല്ല പെരുമാറ്റമൊക്കെ ആയതുകൊണ്ട് ആളുകൾക്കൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോ ലതയ്ക്ക് വേറെ ജോലി ചെയ്ത് പരിചയമൊന്നുമില്ല. ലതയാണ് ഈ ഫിനാൻസ് ഒക്കെ നോക്കിയിരുന്നത്. അപ്പോ പ്രോജക്ട് എക്സിക്യൂഷന്റെ ഒരു ഒഴിവ് വന്നപ്പോ പ്രോജക്ട് മാനേജറുടെ അതില് റോയിക്ക് കണ്ണു വന്നു. അപ്പോ റോയിയുടെ കഴിവുകളിലൊക്കെ വിശ്വാസം ഉള്ളത് കൊണ്ട് അവര് കൃഷ്ണൻ നമ്പൂതിരി അതിലേക്ക് അയാളെ അപ്പോയിന്റ് ചെയ്തു. ഇതിന്റെ കഷ്ടകാലം തുടങ്ങിയത് എനിക്ക് തോന്നുന്നു അവിടെ നിന്നാന്ന് തോന്നുന്നു. ആ നമ്പൂതിരിയുടെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നും രാവിലെ വന്നിട്ട് കാലൊക്കെ തൊട്ട് തൊഴുത്ത് നല്ല പക്വതയുള്ള ഒരു പയ്യൻ, നല്ല സ്വഭാവം, നല്ല എന്താ പറയണ്ടേ, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്ന പോലുള്ള എന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ള ചിന്താഗതി ആയിരിക്കും ആ പാവത്തിന്. അവസാനം എന്താ ചെയ്തത്? കൂടുതലായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. കൂടുതൽ ഇതുപോലുള്ള നന്മയോളികൾ കാണും. നന്മയോളികൾ കൂടെ ഇരുന്നിട്ട് ഉണ്ടാക്കുന്ന ചില അവന്മാരുണ്ട്. കർമ്മ എന്തെങ്കിലുമൊക്കെ അവനും തിരിച്ചൊക്കെ അടിക്കും. അങ്ങനെ സമാധാനിക്കും. മാത്രല്ല ഈ പ്രത്യേകിച്ച് പണമൊന്നും ഇറക്കാതെ റോയിയെ ഇതിൽ പാർട്ട്ണറാക്കി ചേർക്കുകയും ചെയ്തു ക്രിസ്റ്റൽ ഗ്രൂപ്പില്. അപ്പോ 2003 ക്രിസ്റ്റൽ 100 കോടി രൂപയുടെ ക്ലബിൽ കയറി. റിയൽ എസ്റ്റേറ്റ് നല്ല ഒരു ഗ്രൂപ്പായിട്ട് മാറിയത്. 100 കോടി ക്ലബിൽ കയറി. കൃഷ്ണൻ നമ്പൂതിരി ശ്രദ്ധിച്ചിരുന്നത് സെയിൽസിലാണ്. രഥയ്ക്ക് അത്തരം കാര്യങ്ങളിൽ പരിചയമില്ലല്ലോ. അപ്പോ റോയി പതുക്കെ ഈ പണം അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ആരോപണം. മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയും അതനുസരിച്ചിട്ട് മാറാൻ തുടങ്ങി. പിന്നീട് കാണുന്ന ആ ജീവിതശൈലിയിലേക്കൊക്കെ മാറാൻ തുടങ്ങി. 2005 ഒരു രാത്രി ഈ ക്ലബ് ഹൗസ് ഉണ്ടല്ലോ, ഈ വില്ല ഒരു ക്ലബ് ഹൗസും ഒക്കെ ഉണ്ടല്ലോ, ആ വില്ലകളുള്ള സ്ഥലത്ത് ആ ക്ലബ് ഹൗസിലെ ഗസ്റ്റ് റൂമില് ഒരു പോലീസ് റെയ്ഡ് നടന്നിട്ട് അവിടെ പോലീസ് കമ്മീഷണറായിരുന്ന ആൾക്ക് നമ്പൂതിരിയായിട്ട് നല്ല പരിചയമായിരുന്നു. അപ്പൊ ആ പോലീസ് കമ്മീഷണർ കുറെ വിവരങ്ങൾ കൊടുത്തു. റോയിയെ പിരിച്ചുവിട്ടു.
റെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഏത് തരമാണെന്നുള്ളത് ഊഹിക്കുക. അതായത് അതിൻ്റെ ഓക്കെ, ആ ഒരു റെയ്ഡ്, രാത്രിത്തെ റെയ്ഡ് ആണ് ഇവിടുത്തെ റോയിയുടെ ജീവിതം തന്നെ അവിടുന്ന് മാറി മറിയുന്നത് സത്യം പറഞ്ഞത്. അതിനുശേഷം എന്താ അവിടുത്തെ റെയ്ഡും കാര്യങ്ങളൊക്കെ ഊഹിക്കാന്നേ ഉള്ളൂ സത്യം പറഞ്ഞില്ല. ഈ കൂടെ നിന്നിട്ട് ഉണ്ടാക്കാന്ന് പറയത്തില്ലേ, ഇന്നും രാവിലെ വന്നിട്ട് കാല് തൊട്ട് ഇല്ല, പണ്ടത്തെ ഓരോ സിനിമകളൊക്കെ ഉണ്ട്, അതേ ഒരു കഥ പോലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കഷ്ടം. കൂടെ നിന്നിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ, പാവം പിടിച്ചവൻ്റെ. അദ്ദേഹം പിന്നെ അഭിമാനി ആയതുകൊണ്ട് വലിയ സീനോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനൊന്നും പോയില്ല. അതിനുശേഷം ഇവൻ ഷെയറും കാര്യങ്ങളൊക്കെ, കാരണം ഇവറ്റേക്കടൊക്കെ ഗ്രൂപ്പിലൊക്കെ കൊണ്ട് ചേർക്കുകയൊക്കെ ചെയ്തല്ലോ, പിന്നെ ഷെയറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട അവസ്ഥയായി. അവസരം ദേ കിടക്കുന്നു, മുടിയാന്ന് പറയും. ഇപ്പം ഞാൻ അറിഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇവർ അപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അവരുടെ പഴയ ഒരു ലെവലിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ധാർമ്മികതയും മറ്റു കാര്യങ്ങളിലേക്കും നമ്മൾ പോകുന്നില്ല. റോയിയെ പിരിച്ചുവിട്ടു. പക്ഷെ അപ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ ക്രിസ്റ്റലിന് വേണ്ടിയിട്ട്, ഇതൊക്കെ റോയിയോട് ഇന്ന സ്ഥലത്ത് പോയത് നോക്ക്, നമുക്ക് ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടി മേടിക്കുക എന്നൊക്കെ പറയുമല്ലോ, പാർട്ട്ണറുമാണ്. ഇത് മേടിച്ചിരിക്കുന്നത് മുഴുവൻ റോയിയുടെ പേരിലാണ്, സ്വന്തം പേരിൽ. അതാണ് ഈ സർജാപുരയിൽ ഞാൻ പണ്ടേ മേടിച്ചിരുന്നു, സെന്റിന് 6000 രൂപ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോ ഇതൊക്കെ റോയിയുടെ പേരിലാണ് എന്നുള്ളത് വ്യക്തമായി. പിന്നെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് പ്രകാരം ഈ റിസോർട്ടുകള്, അതുപോലെ ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിന്റെ ക്രിസ്റ്റൽ ഗ്രൂപ്പ് പണിതത്, അതൊക്കെ എനിക്ക് വേണം, കുറെ പണം എല്ലാം മേടിച്ചിരിക്കുന്ന റോയിയുടെ ആകുമ്പോൾ ഇതിന് ഉറപ്പായിട്ടും ഭാര്യയ്ക്ക് നല്ല പണം ഉണ്ടായിരിക്കും. അല്ലാതെ ഇങ്ങനെ വരാൻ ചാൻസ് കുറവാണ് സത്യം പറഞ്ഞല്ല. ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. അതാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത്, ബാംഗ്ലൂരിലുള്ള ആൾക്കാർ മൊത്തം പറയുന്നത്. അവരൊരു ഭാര്യയും ഭർത്താവ് പോലുള്ള രീതിയിൽ തന്നെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം അതുപോലെ ആയിരുന്നു അവിടെ. ഇദ്ദേഹം ഒരു മണ്ടൻ എന്നുള്ളൊരു രീതിയിലാണ്. വേണം, ഞാൻ പിരിഞ്ഞു പോകാൻ ഡിമാൻഡ് ചെയ്തു. അപ്പോൾ കൃഷ്ണൻ നമ്പൂതിരി തർക്കത്തിനൊന്നും നിന്നില്ല, ചെയ്തു. അതൊക്കെ ചെയ്തു. ക്രിസ്റ്റൽ ഗ്രൂപ്പ് പ്രതിസന്ധിയിലായി. പിളരുകയല്ല, പ്രതിസന്ധിയിലാവുന്നു, കടക്കണിയിലൊക്കെ ആകുന്നു. അങ്ങനെ 2005, 2006 പുതിയ സ്വന്തമായി കമ്പനി തുടങ്ങുന്നത് റോയ്. അപ്പോൾ ക്രിസ്റ്റലിൽ നിന്നുള്ള മറ്റേ പണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, അതായിരുന്നു മൂലധനം. അല്ലേ, ഇതാണ് മൂലധനം എന്നുള്ളത്. അപ്പോൾ ഈ സ്വന്തമായിട്ട് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ അത് നന്നായിട്ടല്ല പ്രവർത്തിച്ചിരുന്നത്. ഒന്നും സമയബന്ധിതമായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ദുബായിലെ ആദ്യത്തെ പ്രോജക്റ്റിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, 96 ഫ്ലാറ്റുകൾ പണിത് അത് ഇരട്ടിപ്പിച്ചതും ഒക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു. അത് വിൽക്കാൻ പറ്റാത്ത ടീമുകൾക്ക് സ്വീകരണം കൊടുക്കുകയും പിന്നീട് ഇത് ഡൗൺ പേയ്മെന്റ് 20% നിന്ന് 10% കുറയ്ക്കുകയും 2 ദിവസം കൊണ്ട് ദുബായിൽ പ്രോജക്റ്റ് വിൽക്കുകയും ഒക്കെ ചെയ്തു വന്നു. ഇവിടെ സ്വന്തം കമ്പനിയിൽ കാര്യങ്ങൾ ശരിയാത്തത് കൊണ്ട് റോയ് ദുബായിലേക്ക് താമസം മാറ്റി. ആ കാലത്ത് ഇവിടുത്തെ കാര്യങ്ങളും മര്യാദക്കല്ല, ദുബായിലത്തെ കാര്യങ്ങൾക്കും അങ്ങോട്ടും മാറി. ദുബായിലേക്ക് മാറിയ ശേഷം നമ്മൾ ഈ 40,000 രൂപ 60,000 രൂപ കൊടുത്താലൊക്കെ ഡോക്ടറേറ്റ് കിട്ടില്ലേ, കിട്ടും ചില സ്ഥലങ്ങളിൽ നിന്ന്. അങ്ങനെ ഡോക്ടറേറ്റ്, അങ്ങനെ ഡോക്ടർ ആയത്. അപ്പോ എങ്ങനെയൊക്കെ വന്നാലും എന്താ പറയണ്ട, വാളെടുത്തവൻ വാളാന്നൊക്കെ പണ്ടുള്ളവർ പറയുന്ന പോലെ ഇപ്പൊ കിട്ടേണ്ട കറക്റ്റ് സമയത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നുണ്ടായിരുന്നു, നീയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണോ, അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണോ വന്ന് ഇതൊക്കെ പറയുന്നതൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. നമുക്ക് എപ്പോൾ പറയണം, എന്ത് പറയണമെന്ന് നമുക്ക് നല്ല രീതി അറിയാം. ഞങ്ങളുടെയൊക്കെ വീഡിയോസ് ഇരുന്ന് മൊത്തം ഇത് നീയൊക്കെ കണ്ടിട്ടിരുന്നു എന്ന് അടി കമന്റ് ഇടുമ്പോൾ, അതും ഇവരൊക്കെ ഇടുന്നവരോടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. നിനക്കൊക്കെ ഒരു പണിയില്ലാത്തതുകൊണ്ടല്ലേ നീയൊക്കെ എത്തിരുന്ന് കാണുന്നതും ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ, ഞാനൊരു കാര്യം പറയാം, ജനങ്ങളെ എൻ്റെ അടുത്ത് നന്മയും അതൊക്കെ കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിൻ്റെ അപ്പുറം തോന്നിവാസം കാണിച്ചിട്ടാണ് അമ്മ ഇവിടെ വന്നിട്ട് ഈ നന്മയോടെ കളിക്കുന്നത്. ഇപ്പുറത്ത് നന്മ ചെയ്തിട്ട് അപ്പുറത്ത് ഇല്ലാണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവത്തില്ല. ഇവിടെ കർണാടകയിലെ ആ രവി എന്ന് പറഞ്ഞ IAS ഓഫീസറിൻ്റെ മരണം, പിന്നെ ഇവിടെ കേരളത്തിലെ നമ്പൂതിരിയുടെ ജീവിതം നശിപ്പിച്ചത്, അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ കഥകളുണ്ട്. ഓരോന്നിങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ടാക്സിന്റെ വിഷയം, ഈ കള്ളപ്പണത്തിന്റെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടതാണ്. ബ്ലാക്ക് വൈറ്റ് ആക്കുന്നത്, വൈറ്റ് ബ്ലാക്ക് ആക്കുന്നത്, അതെങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതിയിലാണ്. അത് ഏകദേശം ഒരു 10,000-8,000 കോടിയോളം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ ചെയ്യാം. വെറുതെ ആരും വന്നിട്ട് ഓരോ കഥകൾ അടിച്ചിറക്കത്തില്ല. അഥവാ എന്തെങ്കിലും പോരായ്മകളോ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ നമ്മളത് തുറന്നും പറയും.
ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക്, ലവ് യു.